കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 196 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ ഇനി വരാതിരിക്കുന്ന ഈ മാസവും അടുത്ത മാസമായിട്ട് ഇറങ്ങാതിരിക്കുന്ന 28 ആനിമി മൂവീസിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ നെസ്കോനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരി നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അതേസമയം തന്നെ പുള്ളിക്കാരിയുടെ പഴയ കുറച്ച് ഓർമ്മകൾ പുള്ളിക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ പുള്ളിക്കാരി ഡീമനായ ദിവസം നമ്മുടെ മുസാൻ അവിടെ വന്ന് ബാക്കിയുള്ളവരെ എല്ലാവരും കൊല്ലുന്ന കാര്യമൊക്കെ നമ്മുടെ നെയ്സുക്കൊക്കെ ഓർമ്മ വരും. മുസാന്റെ ഫേസ് ഓർക്കാൻ നേരത്തെ നമ്മുടെ നെയ്സുക്കൊക്കെ നന്നായിട്ട് ദേഷ്യം വരും. അപ്പൊ തന്നെ നമ്മൾ താഞ്ചുറോനെയും ഗിയുവിനെയും ബാക്കിയുള്ളവരെല്ലാവരും നെയ്സുക്ക് ഇങ്ങനെ മാറി മാറി കാണുന്നുണ്ട്. നെയ്സുക്കോ ഡീമൻ ആയിരുന്നപ്പോൾ പുള്ളിക്കാരി അനുഭവിച്ച കാര്യങ്ങളും അതേപോലെ പുള്ളിക്കാരിക്ക് കൊടുത്ത സ്നേഹവും കരുതലും എല്ലാം പുള്ളിക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പതുക്കെ പതുക്കെ പുള്ളിക്കാരുടെ കയ്യിലെ നഖങ്ങളൊക്കെ, അതായത് ഡീമന്റെ നഖങ്ങളാണല്ലോ, അതൊക്കെ മാറി ഒരു മനുഷ്യനിലേക്ക് മാറാൻ തുടങ്ങും. അങ്ങനെ പുള്ളിക്കാരി നോക്കാൻ എടുത്ത് തന്റെ തൊട്ട് ഫ്രണ്ടിൽ താഞ്ചുറ നിൽപ്പുണ്ട്. എന്നാൽ മുഖം ഒന്നും വ്യക്തമാകുന്നില്ലായിരുന്നു. അങ്ങനെ താഞ്ചുരുടെ മുഖം റിവീൽ ചെയ്യാൻ നേരത്താണ് നെയ്സുക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. പുള്ളിക്കാരുടെ പേര് നെയ്സുക്കയാണെന്നും പുള്ളിക്കാരുടെ വീട്ടുകാരെ എല്ലാവരെയും ഒരു ഡീമൻ കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പൊട്ടിക്കരയുവാണ്. അതേസമയം നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കാരണം നെയ്സുക്കോ ഫുള്ളി ഒരു ഹ്യൂമൻ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഫൈറ്റിലേക്ക് തിരിച്ചു വരുവാണ്. നമ്മുടെ താഞ്ചുരോടെ ഓരോ സെക്കൻഡ് ഇങ്ങനെ നോക്കിയാണ് നമ്മൾ മുസാനോട് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഒരു സെക്കൻഡ് ഒരു ലാഗായി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമായിട്ട് മാറുമെന്ന് അറിയാം. അപ്പൊ തന്നെ മുസാനെ ബാക്കിയുള്ള പില്ലേഴ്സിനൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മുസാൻ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ആരെയും കൊല്ലാൻ പറ്റിയിട്ടില്ല. യൂഷിറോ ആണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മുടെ മുസാന് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ യൂഷിറോ ഓരോരുത്തരെ പോയി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വീണ്ടും ഇങ്ങനെ എണീക്കാൻ തുടങ്ങുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അവർ എന്തായാലും മരിക്കുന്നവരെ ഫൈറ്റ് ചെയ്തിരിക്കും. പക്ഷെ എനിക്ക് അവരെ രണ്ട് കൊല്ലാനും പറ്റുന്നില്ല, കാരണം ഇവനാണ്. അല്ല, ഇവൻ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഓരോ ഡീമൺ സ്ലേയേഴ്സും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുവാണ്. എന്നെ കൊല്ലാൻ വേണ്ടി ഒരു ഡ്രാഗനെ പോലെ അവർ നിൽക്കുവാണ്. പെട്ടെന്ന് ഒരു കാസുകിക്രോ ഇനി വെറും 35 നിമിഷവും കൂടെ അല്ലെന്ന് പറയാൻ നേരത്ത് മുസാൻ പറയുന്നുണ്ട്, ഇനി ഈ ഫൈറ്റ് മുമ്പിലോട്ട് പോയിട്ട് കാര്യമില്ല, ഇത് ഇപ്പൊ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്തോ ചെയ്യാൻ പോകും. താഞ്ചുറൊക്കെ മനസ്സിലായി മുസാൻ എന്തോ ഒന്ന് ഒപ്പിക്കാൻ പോവുകയാണെന്ന്. പെട്ടെന്ന് നോക്കാൻ നേരത്ത് മുസാന്റെ ഇടത്തേക്കായി ഇങ്ങനെ ബലൂൺ പോലെ വീർക്കാൻ തുടങ്ങും. നമ്മുടെ താഞ്ചുറോടൊക്കെ കാണുന്നുണ്ട്, ഒബനെ ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്തോ, കാരണം അവൻ ഇപ്പൊ വീർത്ത് പൊട്ടിത്തെറിച്ച് അവൻ രക്ഷപ്പെടാനുള്ള പ്ലാനിലാണെന്ന് പറയും. താഞ്ചുറൊക്കെ വളരെ ഡൗട്ട് ഉണ്ട്, കാരണം ഇവർ രണ്ടുപേർക്കും കൂടെ ഈ പൊട്ടിത്തെറിക്കുന്ന എല്ലാം വെട്ടിക്കളയാൻ പറ്റുമോ? പുള്ളിക്കാരൻ നല്ല ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. മുസാന്റെ കൈ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന്റെ വക്കത്ത് വന്നിട്ട് തിരിച്ച് അകത്തേക്ക് തന്നെ ചൊങ്ങിപ്പോകും. ഒരേപോലെ തന്നെ താഞ്ചുറയും മുസാനും ഞെട്ടുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇപ്പോഴല്ല മനസ്സിലായത്. അപ്പൊ 3 ഡ്രഗ്സ് ഉണ്ടായിരുന്നു. 1 എന്നെ ഹ്യൂമനാക്കി മാറ്റാനായിട്ട്, 2 ഏജ് ഗിലും, 3 ഞാൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി അവൾ എന്തോ ഒന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തമിഴ പറയുന്നുണ്ട്, നീ വളരെ ക്ലോസ് ആണ്, പക്ഷെ അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ 4 ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അതിൽ 3ാമത്തെ എന്നാന്ന് വെച്ചാൽ നീ ഏറ്റവും വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്റെ അകത്തുള്ള ഓരോ സെൽസും ഡിസ്ട്രോ ആയി തുടങ്ങും. അത് ഇപ്പം അഫക്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. മുസാൻ നിന്റെ അധപ്പതനം തുടങ്ങിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മുസാൻ ഇങ്ങനെ ചോര ഛർദ്ദിച്ചിരിക്കുമല്ലോ. അതേ സമയത്ത് തന്നെ പുള്ളിക്കാരന്റെ പുറകെ നമ്മുടെ തമിയോസൻ വന്ന് നിന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. എനിക്കറിയാം ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, കാരണം നെയ്സുക്കോന്റെ കുറെ അധികം ഓർമ്മകളായിരുന്നു ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ പാനൽസ് ഉണ്ടായിരുന്നത്. സോ അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ വരുന്നുണ്ട്.